സഖാവ് ലെനിൻ ഒരു പുതിയൊരു തരം പാർട്ടി, അതായത് ശാസ്ത്രീയ കമ്മ്യൂണിസത്തിൻ്റെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായ ആലോചനകളാണ് പിന്നീട് നടത്തിയത്. റഷ്യയുടെ ലോകത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ സഖാവ് ലെനിൻ്റെ ഇടപെടലായിരുന്നു ഈ പറഞ്ഞ ഒരു പുതിയ ശാസ്ത്രീയ കമ്മ്യൂണിസത്തിൻ്റെ പാർട്ടി സ്ഥാപിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്ഥാപിച്ചു എന്നുള്ളത്. 1895 സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ലെനിൻ ഒരു പാർട്ടി സ്ഥാപിച്ചു. തൊഴിലാളി വർഗ വിമോചന സമര ലീഗ് എന്നായിരുന്നു അതിൻ്റെ പേര്. റഷ്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവ പാർട്ടിയുടെ ആദ്യത്തെ രൂപമായിരുന്നു ഈ പറയുന്ന പാർട്ടി. റഷ്യയിൽ ആദ്യമായി ഒരു സംഘടനയിലൂടെ ശാസ്ത്രീയ സോഷ്യലിസം തൊഴിലാളി പ്രസ്ഥാനവുമായി ലയിച്ചു ചേരുന്നത് ഈ സംഘടനയിലൂടെ ആയിരുന്നു. ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നതിലൂടെ സഖാവ് ലെനിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരായ ചെറുപ്പക്കാർ എന്നിവരെല്ലാം അടങ്ങുന്ന തൊഴിലാളി ഗ്രൂപ്പുകളെ ആകെ ഒരൊറ്റ വിപ്ലവ സംഘടനയ്ക്ക് കീഴിൽ ഏകോപിപ്പിക്കാൻ സഖാവ് ലെനിന് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത. പിന്നീട് പണിമുടക്കുകൾക്ക് നേതൃത്വം നൽകിയതും ലഘുലേഖകൾ ഇറക്കിയതുമെല്ലാം ഈ സംഘടനയാണ്. 1895 നവംബർ മാസത്തിൽ, നവംബറിൻ്റെ ഒരു ആരംഭത്തിൽ തന്നെ വിമോചന സമര ലീഗ് തോൺടൺ മില്ലിൽ ഒരു തോൺടൺ മില്ല് എന്ന് പറയുന്ന വ്യവസായശാലയിൽ വലിയൊരു പണിമുടക്ക് നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് റഷ്യയിൽ ധാരാളം പണിമുടക്കുകളുടെ വേലിയേറ്റം ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. 1895-96 ആകുമ്പോഴത്തേക്കും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ തന്നെ ധാരാളം പണിമുടക്കുകൾ നടക്കാൻ വേണ്ടി തുടങ്ങി. ഇതെല്ലാം റഷ്യയുടെ ചരിത്രത്തിലെ ഒരു പുതിയൊരു പ്രക്ഷോഭ അന്തരീക്ഷം രൂപപ്പെടുത്തുന്ന നിലയിലേക്ക് മാറിയിരുന്നു. ഇത് ജനകീയ വിപ്ലവ സാഹചര്യങ്ങൾ ഒരുക്കി എടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി റഷ്യയിൽ രൂപപ്പെടുത്തിയെന്ന് കാണാം. റഷ്യയിലെ തൊഴിലാളി ബഹുജനങ്ങൾ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് സംഘടനയുടെ നേതൃത്വത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങി വരുന്നതിന് വിമോചന സമര ലീഗ് നേതൃത്വം നൽകിയെന്നുള്ളത് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയും അക്കാലത്തെ ഈ പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യവുമായിരുന്നു. സമരങ്ങളുടെ കൂടെ തന്നെ ധാരാളം ലഘുലേഖകൾ അവർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. നിയമവിരുദ്ധമായ ഒരു പത്രം തന്നെ അവർ പുറത്തിറക്കി. നിയമവിരുദ്ധ പത്രം എന്ന് തന്നെയായിരുന്നു അതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ പേര് റബോച്ചയെ ധ്വല്യ എന്നായിരുന്നു. മലയാളത്തിൽ തൊഴിലാളി ലക്ഷ്യം എന്നുള്ളത് കൂട്ടിയാൽ തൊഴിലാളി ലക്ഷ്യം എന്നായിരുന്നു അതിൻ്റെ മലയാളം. ഈ പത്രം ഇറക്കാനുള്ള, അങ്ങനെ ഒരു നിയമവിരുദ്ധ പത്രം ഇറക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അവർ തുടങ്ങി. ഇത് സംബന്ധിച്ച ആലോചനകൾക്കായി 1895 ഡിസംബർ 8 ഈ വിപ്ലവകാരികളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നു. എന്നാൽ അന്ന് രാത്രി തന്നെ ലെനിൻ ഉൾപ്പെടെയുള്ള ഈ സമര ലീഗിൻ്റെ നേതാക്കന്മാർ മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 14 മാസത്തെ കാരാഗൃഹവാസം സഖാവ് ലെനിന് വിധിച്ചു. 1897 ഫെബ്രുവരി 13 അദ്ദേഹത്തിൻ്റെ ശിക്ഷാവിധി കോടതി അറിയിച്ചു. അതുവരെ ജയിലിൽ കിടന്നു. ഈ പറയുന്ന തീയതിയിലാണ് 1897 മെയ് 8 അദ്ദേഹത്തിൻ്റെ ശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവിടുത്തെ കോടതി തയ്യാറായത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സൈബീരിയയിലേക്ക് നാട് കടത്തുക എന്നുള്ളതായിരുന്നു. സൈബീരിയയിലെ ഒരു വിദൂര ഗ്രാമത്തിൽ, ഷൂഷെൻസ്കോ എന്ന് പറയുന്ന ഒരു വിദൂര ഗ്രാമത്തിലേക്ക് 1897 മെയ് 8 സഖാവ് ലെനിനെ നാട് കടത്തി. 98 മെയ് മാസം ആകുമ്പോഴേക്കെല്ലാം നടേഷ സ്ക്രൂപ്കായ അവിടെ ലെനിനോടൊപ്പം എത്തിച്ചേർന്നു. പിന്നീട് അവർ വിവാഹിതരായി എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. സൈബീരിയൻ നാടുകടത്തലിൻ്റെ കാലത്താണ് ലെനിൻ്റെ ഒരു പ്രധാനപ്പെട്ട പല കൃതികളും അദ്ദേഹം എഴുതാൻ തുടങ്ങിയതും പൂർത്തീകരിച്ചതുമെല്ലാം. റഷ്യയിലെ മുതലാളിത്തത്തിൻ്റെ വികാസം എന്ന കൃതിയും റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ കടമ എന്ന വളരെ വിസ്തൃതമായ ഒരു ലഘുലേഖയുമെല്ലാം ഈ കാലത്താണ് സഖാവ് ലെനിൻ എഴുതിയതും ലോകത്തെ വിപ്ലവകാരികൾക്കിടയിൽ പ്രചരിപ്പിച്ചതുമെല്ലാം. റഷ്യയിൽ ഇങ്ങനെ പലയിടങ്ങളിലായി ചെതറിക്കടന്നിരുന്ന തൊഴിലാളി ഗ്രൂപ്പുകളെയും മാർക്സിസ്റ്റ് സംഘടനകളെയും എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ സോഷ്യൽ ഡെമോക്രാറ്റിക് തൊഴിലാളി പാർട്ടി രൂപീകരിക്കണമെന്ന ഒരു ആഹ്വാനം സഖാവ് ലെനിൻ ഈ ലഘുലേഖയിലൂടെ നൽകുകയുണ്ടായി. അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുന്നതിനുണ്ടായിരുന്നൊരു തടസ്സം ചില സമരവാദികളുടെ പ്രവർത്തനമായിരുന്നു. സമരവാദികൾ എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. അവരുടെ പ്രവർത്തനമായിരുന്നു ഒരു തടസ്സം. സംഘടന സാമ്പത്തിക പ്രക്ഷോഭങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നും
തൊഴിലാളികളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മാത്രം നേടാനുള്ള സംഘടനകളാണ് ഉണ്ടാവേണ്ടതെന്നും സ്വേച്ഛാധിപത്യത്തിനെതിരായ രാഷ്ട്രീയ സമരം ലിബറൽ ബൂർഷ്വാസിക്ക് വിട്ടുകൊടുക്കണമെന്നുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം. തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ സംഘടനയ്ക്ക് പകരം സങ്കുചിതമായ തൊഴിലധിഷ്ഠിത സംഘടന സ്ഥാപിക്കാനായിരുന്നു അവർ സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത് ഈ പറയുന്ന ഒരു സംഘടിതമായ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു മാർക്സിസ്റ്റ് സംഘടന രൂപീകരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി ആ കാലത്ത് നിലനിന്നു. തൊഴിലാളി പ്രസ്ഥാനത്തിന് ഒരു സ്വതന്ത്രമായ രാഷ്ട്രീയ സ്വഭാവം നിഷേധിക്കുക അല്ലെങ്കിൽ അത് പാടില്ല എന്നുള്ള അപകടകരമായ ഒരു പ്രവണതയിലേക്കാണ് ഇവരുടെ നീക്കം അക്കാലത്ത് പോയത്. ലെനിൻ അതിനെ വളരെ ശക്തിയായിട്ടാണ് എതിർത്തത്. സാമ്പത്തിക സമരവാദികൾ തയ്യാറാക്കിയ പ്രകടന പത്രികക്കെതിരായ ഒരു പ്രതിഷേധക്കുറിപ്പ് സൈബീരിയയിൽ ഇരുന്നു കൊണ്ട് സഖാവ് ലെനിൻ എഴുതുകയുണ്ടായി. ലെനിനൊപ്പം നാട് കടത്തപ്പെട്ട വേറെ 17ഓളം വരുന്ന സോഷ്യൽ ഡെമോക്രാറ്റുകാരുടെ പിന്തുണയും അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ലഭിക്കുകയുണ്ടായി. സോഷ്യൽ ഡെമോക്രാറ്റിക് ശക്തികളെ ശിഥിലീകരിക്കുന്നതിനും അവരെ സങ്കുചിത വൃത്തങ്ങളിലാക്കി ഒതുക്കി നിർത്തുന്നതിനുമെല്ലാം തൊഴിലാളി വർഗ സമരത്തിൻ്റെ കടമയെ സാമ്പത്തിക ആവശ്യങ്ങളിൽ പരിമിതപ്പെടുത്തുന്നതിന് എതിരായിട്ടുള്ള പ്രതിഷേധം എന്നെല്ലാമുള്ള നിലയിലേക്കാണ് ഈ പ്രതിഷേധക്കുറിപ്പ് സഖാവ് ലെനിൻ രേഖപ്പെടുത്തിയത്. അതായത് സോഷ്യൽ ഡെമോക്രാറ്റിക് ശക്തികളെ ഇല്ലാതെയാക്കുക, അവരെ സങ്കുചിത വൃത്തങ്ങൾക്കകത്ത് ഒതുക്കി നിർത്തുക, തൊഴിലാളി വർഗത്തിൻ്റെ വിശാലമായ സമരത്തിൻ്റെ കടമയെ സാമ്പത്തിക ആവശ്യങ്ങളിൽ പരിമിതപ്പെടുത്തുക, ഇതൊക്കെയായിരുന്നു ഈ പറയുന്ന വിഭാഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യങ്ങളെയെല്ലാം വിട്ടുവീഴ്ചയില്ലാതെ എതിരിട്ടുകൊണ്ടാണ്, അതിനോടെല്ലാം നാല് നിലയിലേക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സഖാവ് ലെനിൻ തൻ്റെ കുറിപ്പ് രേഖപ്പെടുത്തിയത്, പ്രസിദ്ധീകരിച്ചത്. സാമ്പത്തിക സമരവാദികൾക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു സഖാവ് ലെനിൻ്റെ ഈ കുറിപ്പ്. തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി വിഭാഗമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വേണ്ടതെന്നായിരുന്നു സഖാവ് ലെനിൻ്റെ നിഗമനം. ഇത് പൊതുവായി വലിയ സ്വീകാര്യതയാണ് അക്കാലത്ത് പൊതുസമൂഹത്തിനിടയിൽ നേടിയത്. 1898 മാർച്ചിൽ മിൻസിൽ ചേർന്ന റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ 1ാം കോൺഗ്രസ് അത്തരമൊരു പാർട്ടിയുടെ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. എന്നാൽ ഏകീകൃതവും കേന്ദ്രീകൃതവുമായ ഒരു അഖില റഷ്യ പാർട്ടി അപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ഒരു അഖില റഷ്യൻ പാർട്ടിയായി മാറിയിരുന്നില്ല. റഷ്യയിലാകെ ഏകീകൃതവും കേന്ദ്രീകൃതവുമായ ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ് എന്നുള്ളത് ലെനിൻ വീണ്ടും 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 ആലോചിച്ചുകൊണ്ടിരുന്നു. തൻ്റെ നാടുകടത്തൽ കാലത്തിൻ്റെ അവസാന വർഷത്തിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചിന്തിച്ചതും ശ്രദ്ധ കേന്ദ്രീകരിച്ചുമെല്ലാം ഇക്കാര്യത്തിലായിരുന്നു. ഇതിൻ്റെ അവസാനമായപ്പോഴത്തേക്കും അത്തരമൊരു പാർട്ടി സ്ഥാപിക്കാനുള്ള വിശദമായൊരു പരിപാടി ലെനിൻ സൈബീരിയയിലെ ഈ നാടുകടത്തൽ കാലത്ത് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഇത്തരമൊരു പാർട്ടി രൂപീകരണത്തിന് സവിശേഷമായ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്ന്, ആ പാർട്ടി രൂപീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പത്രം വഴിയായിരുന്നു ഈ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. പത്രം വഴി പാർട്ടി രൂപീകരിക്കുക എന്നത് അതുവരെ ഒരിടത്തും നടന്നിട്ടില്ലാത്ത കാര്യമാണ്. ആദ്യം പാർട്ടി ഉണ്ടാക്കുക, പിന്നീട് പത്രം ഇറക്കുക എന്നായിരുന്നു സാധാരണ എല്ലാ രാജ്യങ്ങളിലും നടന്നിരുന്നത്. എന്നാൽ റഷ്യയിലെ അന്നത്തെ സാഹചര്യങ്ങളിൽ അതിനുള്ള സാധ്യതയില്ലായിരുന്നു. അതുകൊണ്ട് സഖാവ് ലെനിൻ നിർദ്ദേശിച്ച ഒരു പരിഹാരമായിരുന്നു ഇത്. ആദ്യം പത്രം, പിന്നീട് പാർട്ടി. പത്രം എന്നാൽ പാർട്ടി പരിപാടിയും സമരതന്ത്രവും അടവുമെല്ലാം മാർക്സിസ്റ്റുകാർ കൂട്ടായി ആവിഷ്കരിക്കുക എന്നാണ് അർത്ഥം എന്ന് ലെനിൻ ചൂണ്ടിക്കാട്ടി. അതായത് ഈ പത്രത്തിലൂടെ മാർക്സിസ്റ്റുകാരായിട്ടുള്ളവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും അതെല്ലാം കൂട്ടായി ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഈ പത്രത്തെ ഉപയോഗപ്പെടുത്തണം എന്ന് ലെനിൻ ചൂണ്ടിക്കാട്ടി. അത് അനുഭവവിനിമയത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയും മാർക്സിസത്തിൻ്റെ പാഠശാലയുമായി മാറണമെന്നായിരുന്നു ലെനിൻ്റെ കാഴ്ചപ്പാട്. ഈ പത്രം മാർക്സിസത്തിൻ്റെ പാഠശാലയായി മാറണമെന്നുകൂടി ലെനിൻ മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ ഈ പത്രം 10,000-കണക്കായ മർദ്ദിത ജനങ്ങളുടെ ജിഹയായി മാറണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ജനങ്ങളോട് ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഈ പ്രവർത്തനത്തിലൂടെ സ്വേച്ഛാധിപത്യത്തിനും ചൂഷണത്തിനുമെതിരായി സമരരംഗത്തിറങ്ങുന്നവർ ഈ പത്രത്തിനു ചുറ്റും അണിനിരക്കുന്ന ഒരു സാഹചര്യം റഷ്യയിൽ രൂപപ്പെട്ടു വന്നു. ഭാവിയിലെ പാർട്ടിയുടെ ബീജകേന്ദ്രമായി മാറേണ്ട പത്ര ഏജന്റുമാരെ ഒന്നിച്ചു നിർത്തുന്ന ഒരു കേന്ദ്ര ബിന്ദുവായിട്ടും അദ്ദേഹം ഈ പത്രത്തെ
കാണുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നീക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പത്രത്തിന് സുപ്രധാനമായ മറ്റൊരു കടമ കൂടിയുണ്ട് എന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാട്ടി. അത് കൂട്ടായ പ്രചാരകനും പ്രക്ഷോഭകാരിയുമായിരിക്കുമ്പോൾ തന്നെ അത് കൂട്ടായ സംഘാടകൻ കൂടിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അദ്ദേഹം പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കേണ്ട. ഇപ്പറയുന്നൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ പദ്ധതികളെല്ലാം വളരെ കൃത്യമായി സഖാവ് ലെനിൻ തയ്യാറാക്കി. പിന്നീട് വേണ്ടത് അത് സഖാക്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. നാടുകടത്തലിൻ്റെ കാലാവധി കഴിഞ്ഞ ഉടനെ തന്നെ സഖാവ് ലെനിൻ പല പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അദ്ദേഹം അവിടങ്ങളിലെല്ലാമുള്ള മാർക്സിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന പ്രമുഖരായ റഷ്യൻ വിപ്ലവകാരികളെ കണ്ട് സംസാരിക്കുകയും തങ്ങളുടെ പത്രത്തിന് അവരുടെ പൂർണ്ണമായ പിന്തുണ നേടുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. വാർത്തകൾ അയക്കുന്നതിനെ സംബന്ധിച്ചും കോപ്പികൾ പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം അവരുമായി ധാരണയിലെത്തുകയും ഈ സംഭാഷണങ്ങൾക്കിടയിലെല്ലാം സഖാവ് ലെനിൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. പത്രം ഇറക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടി 1900 ജൂലൈയിൽ സഖാവ് ലെനിൻ വിദേശത്തേക്ക് പോയി. റഷ്യൻ മാർക്സിസത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന പ്ലഹ്നോവ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമശീർഷരായ അവിടുത്തെ നേതാക്കൾ ആക്സൽ റോഡ്, സുസിലിച്ച് എന്നെല്ലാം പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, ഇവരെല്ലാമായി സഖാവ് ലെനിൻ പത്രമിറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അവരോടൊപ്പം ചേർന്നുകൊണ്ട് പത്രമിറക്കാനുള്ള നീക്കങ്ങളും അദ്ദേഹം നടത്തി. അങ്ങനെയുള്ള ഈ വിശാലമായ ഈ പ്രവർത്തനത്തിൻ്റെ ഒടുവിലാണ് പത്രത്തിനൊരു പേരദ്ദേഹം കണ്ടെത്തിയത്. നല്ലൊരു പേരദ്ദേഹം കണ്ടെത്തി. അതിങ്ങനെയായിരുന്നു, ഇസ്ക്ര എന്നായിരുന്നു. ഇസ്ക്ര എന്ന് പറഞ്ഞാൽ തീപ്പൊരി എന്നാണ് അർത്ഥം. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു മുദ്രാവാക്യം കൂടി അവർ എഴുതി ചേർത്തു, അല്ലെങ്കിൽ കണ്ടെത്തി. തീപ്പൊരി തീജ്വാലയായി ആളിക്കത്തു എന്നായിരുന്നു ഇക്രയുടെ മുദ്രാവാക്യം. 1901 ജനുവരിയിൽ ഇക്രയുടെ ഒരു പ്രഥമ ലക്കം പുറത്തിറങ്ങി എന്നുള്ളത് ചരിത്രപരമാണ്. ഇക്ര തൊഴിലാളി വർഗത്തിൻ്റെ ബോധത്തിന് വ്യക്തതയും അതിൻ്റെ അണികൾക്ക് സംഘടനാപരമായ കെട്ടുറപ്പും പകർന്നു കൊടുത്തു എന്നുള്ളതായിരുന്നു അതിൻ്റെ ചരിത്ര പ്രാധാന്യം. ലെനിൻ്റെ സജീവ പങ്കാളിത്തത്തോടുകൂടി ഇക്ര പത്രാധിപ സമിതി പാർട്ടിയുടെ കരട് പരിപാടിയും നിയമാവലിയുമെല്ലാം തയ്യാറാക്കുകയും റഷ്യയിലെ തൊഴിലാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനകളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരികയും ചെയ്തു. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ 2ാം കോൺഗ്രസ് ആദ്യം ബ്രസീൽസിലും പിന്നീട് ലണ്ടനിലുമെല്ലാം ചേരുകയുണ്ടായി. 1903 3 ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 10 വരെയുള്ള കാലത്താണ് അതിൻ്റെ പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. ഈ പാർട്ടി കോൺഗ്രസ് അവസരവാദികളും വിപ്ലവകാരികളും തമ്മിലുള്ള കടുത്ത സമരത്തിനുള്ള വേദിയായി മാറുകയായിരുന്നു. അതിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം എല്ലാ വിമർശനങ്ങളും ലെനിന് നേരെയായിരുന്നു. ആ വിമർശനങ്ങളെ മറികടക്കേണ്ട ഉത്തരവാദിത്വവും ലെനിൻ്റെ ചുമലിൽ തന്നെയാണ് വന്നു ചേർന്നത്. അവസാനം ഇക്ര നിർദ്ദേശിച്ച പാർട്ടി പരിപാടി ഈ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയായിരുന്നു. തൊഴിലാളി വർഗ സർവാധിപത്യം, തൊഴിലാളി കർഷക സഖ്യം, രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയ അവകാശം, തൊഴിലാളി വർഗ സാർവദേശീയത്വം എന്നിവയെല്ലാം അടങ്ങിയതായിരുന്നു ഈ പറയുന്ന പാർട്ടി പരിപാടി എന്നത്. അതിലൊരു മിനിമം പരിപാടിയും ഒരു മാക്സിമം പരിപാടിയും ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇതിലെ മിനിമം പരിപാടി എന്നത് സ്വേച്ഛാധിപത്യത്തെ അട്ടിമറിച്ച് ജനാധിപത്യ റിപ്പബ്ലിക് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ബൂർഷ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുക എന്നതായിരുന്നു. മാക്സിമം പരിപാടി എന്നത് സോഷ്യലിസ്റ്റ് വിപ്ലവവും മുതലാളിത്തത്തിൻ്റെ തുടച്ചു നീക്കലും ആയിരുന്നു. എന്നാൽ ഈ കോൺഗ്രസിന് ശേഷം പാർട്ടിയെ ആകെ ഒരു ഏകശിലാ സംഘടനയായി കൊണ്ടുപോകാനായില്ല. പതുക്കെ അതിനകത്ത് 2 പക്ഷങ്ങൾ ഇങ്ങനെ രൂപപ്പെടുത്തു വന്നു. അടിയുറച്ച ഇസ്ക്രക്കാരായ ലെനിനിസ്റ്റുകളായിരുന്നു ഒരു ഭാഗത്ത്. പാർട്ടിയുടെ കേന്ദ്ര ഘടകങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വോട്ടെല്ലാം നേടി അവർ വലിയ ഭൂരിപക്ഷമായി നിന്നു. അതുകൊണ്ട് തന്നെ അവരെ ബോൾഷെവിക്കുകൾ എന്നായിരുന്നു അവരറിയപ്പെട്ടിരുന്നത്. എന്നാൽ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു വന്ന അവസരവാദികൾ അടങ്ങിയ ഒരു ന്യൂനപക്ഷം ഉണ്ടായിരുന്നു. അവർ ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ മെൻഷെവിക്കുകൾ എന്നാണ് അവരറിയപ്പെട്ടത്. അതായത് ഈ പാർട്ടിക്കകത്ത് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും എന്ന 2 വിഭാഗം പതുക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന സാഹചര്യം ഉണ്ടായി. കോൺഗ്രസിൽ വെച്ച് ആരംഭിച്ച ഈ ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും തമ്മിലുള്ള പോരാട്ടം കുറെ കൂടി തീവ്രമായ നിലയിലേക്ക് ഒരു പുതുവീര്യത്തോടു കൂടി തന്നെ ആളിക്കത്തുന്ന നിലയുണ്ടായി. പുതിയൊരു തരം പാർട്ടി രൂപീകരിക്കുമ്പോൾ
അനിവാര്യമായ ഒരു സ്വാഭാവിക സംഭവവികാസമാണ് ഇത് എന്ന് തന്നെയായിരുന്നു സഖാവ് ലെനിൻ കരുതിയതും പറഞ്ഞിരുന്നതും. ആ സമരത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ പാർട്ടിയിലെ യഥാർത്ഥ വിപ്ലവകാരികൾക്ക് നല്ല കെട്ടുറപ്പും ആശയവ്യക്തതയും എല്ലാം ഉണ്ടാവുമെന്നും സഖാവ് ലെനിൻ ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു നല്ല കൃത്യത ഉണ്ടായിരുന്നു. തൊഴിലാളി പ്രസ്ഥാനത്തെ ദ്രോഹിക്കുന്ന അവസരവാദികളിൽ നിന്ന് വിപ്ലവകാരികൾ പൂർണ്ണമായും ആശയപരമായും സംഘടനാപരമായും എല്ലാം വേർപിരിയുമെന്നും സഖാവ് ലെനിൻ മുൻകൂട്ടി കണ്ടു. ഒരു വിപ്ലവ സ്ഫോടനത്തിൻ്റെ വക്കത്തെത്തി നിന്നിരുന്ന റഷ്യയിൽ ഇങ്ങനെ ഒരു വേർതിരിവ് അനിവാര്യമായിരുന്നു എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ അത്തരം ഒരു അനിവാര്യതയുടെ കാര്യമെന്ന് പറയുന്നത്, ഇത്തരമൊരു ചേരിതിരിച്ചിലൂടെ യഥാർത്ഥ വിപ്ലവകാരികൾ ഈ ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും തൊഴിലാളി വർഗത്തെ ശരിയായ നിലയിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു അനിവാര്യത എന്ന് പറയുന്നത്. ലെനിൻ്റെ പുതിയ തരം പാർട്ടിയുടെ മൗലിക ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ പരിശോധന എല്ലാ മാർക്സിസ്റ്റുകളും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ലെനിൻ സ്ഥാപിച്ച പാർട്ടിയെ ഒരു പുതിയ തരം പാർട്ടി എന്നാണ് വിളിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ഈ ഒരു പുതിയ തരം പാർട്ടി എന്നതിൻ്റെ അർത്ഥം? എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം എന്നെല്ലാം പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ചുള്ള ലെനിനിസ്റ്റ് സിദ്ധാന്തത്തെ സംബന്ധിച്ച് ഇന്നും ധാരാളം സംവാദങ്ങൾ നടക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബൂഷ പ്രത്യയശാസ്ത്രജ്ഞരും വലതും ഇടതുമുള്ള റിവിഷനിസ്റ്റുകളും പ്രസ്തുത സിദ്ധാന്തത്തെ, അതായത് ലെനിൻ്റെ സിദ്ധാന്തത്തിൻ്റെ സത്തയെ വളച്ചൊടിച്ചുകൊണ്ടിരുന്ന ധാരാളം സംഭവങ്ങൾ ഈ ലോക ചരിത്രത്തിൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു സഖാവ് ലെനിൻ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി, പുതിയ തരം പാർട്ടി ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനമായി കണ്ടിരുന്നത്? എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ എന്നെല്ലാം പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ബോൾഷെവിസത്തിൻ്റെ വിപ്ലവാനുഭവ ചരിത്രത്തെ ഇങ്ങനെ വളച്ചൊടിച്ച ഒരു നിലയിലായിരുന്നു റഷ്യയിലും അക്കാലത്ത് ഈ പറയുന്ന നിലയിൽപ്പെട്ട ധാരാളം ചിന്തകരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നവരെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. വസ്തുനിഷ്ഠ സാഹചര്യങ്ങളോ ബഹുജനങ്ങളുടെ മാനസിക നിലയോ കണക്കിലെടുക്കാതെ എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യമുള്ള ഉപജാപകരുടെ ഒരു സങ്കുചിത സംഘടനയായിട്ടാണ് ലെനിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അവർ അക്കാലത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചു. കൂടാതെ ലെനിനിസ്റ്റ് തരത്തിലുള്ള പാർട്ടിയും അതിൻ്റെ സംഘടനയും തന്ത്രവും അടവുമെല്ലാം ആ വിധത്തിൽ അങ്ങനെ പോകുന്നത് റഷ്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതാണ് എന്ന് അക്കാലത്ത് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പുറമേ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പുറമെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ലെനിനിസ്റ്റ് തരത്തിലുള്ള പാർട്ടിയും അതിൻ്റെ സംഘടനയും തന്ത്രങ്ങളും അടവുകളുമെല്ലാം ഇങ്ങനെ ക്രമപ്പെടുത്തിയെടുത്തിരിക്കുന്നത് പൂർണ്ണമായും റഷ്യയുടെ വികാസത്തിൻ്റെ പ്രത്യേകതകളാലാണ്. അതുകൊണ്ട് അവർക്ക് ഒരു പൊതുവായ ഒരു പ്രസക്തിയും ഇല്ല. മറ്റു രാജ്യങ്ങളിലെ തൊഴിലാളി പാർട്ടികൾക്ക് അതൊരു മാതൃകയായി വർത്തിക്കാൻ സാധ്യമല്ല, അങ്ങനെ സാധ്യമാക്കേണ്ട കാര്യമില്ല എന്നെല്ലാമായിരുന്നു അക്കാലത്ത് വളരെ പ്രധാനമായ വാദങ്ങളായി നടന്നത്. ഞാനീ പറഞ്ഞത് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഘടനാപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ധാരണ നൽകിയത് സഖാവ് ലെനിനായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാപരമായ സംവിധാനത്തെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ മോശമായി കാണിക്കാൻ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വളരെ സംഘടിതമായി റഷ്യക്കകത്തും പുറത്തും അന്നും ഇന്നും എല്ലാം സജീവമായ നിലയിലേക്ക് നടക്കുകയാണ്. എന്നാൽ ലെനിൻ പറഞ്ഞതായിരുന്നു ശരിയായ കാര്യമെന്ന് ഈ കാലം വളരെ കൃത്യമായി തെളിയിച്ചു. റഷ്യയുടെ സാമ്പത്തിക സാമൂഹ്യ വികാസത്തിൻ്റെ സവിശേഷതകളെ അങ്ങേയറ്റത്തെ അവധാനതയോടുകൂടിയാണ് ലെനിൻ കണക്കിലെടുക്കുകയും തൻ്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും പരിപാടിയുമെല്ലാം അദ്ദേഹം രൂപപ്പെടുത്തിയതെല്ലാം ലെനിനിസ്റ്റ് പാർട്ടിയുടെ സംഘടനയിലും പ്രവർത്തനത്തിലും ഇപ്പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി പ്രതിഫലിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ സവിശേഷ രൂപം പ്രകടമാക്കിയത് ലോകത്തെ തൊഴിലാളി വർഗത്തിന് അത് കാണിച്ചു തന്നത് സമൂലം
പുതിയൊരു തരത്തിലുള്ള വിപ്ലവ പാർട്ടിയുടെ പൊതുലക്ഷണങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ സാർവദേശീയമായി വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഈ ആശയങ്ങൾ, അതിൻ്റെ വിവിധ ഘടകങ്ങൾ എല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി സ്വീകരിക്കുന്ന നിലയുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സംഘടനയെ സംബന്ധിച്ച ലെനിനിസ്റ്റ് തത്വങ്ങൾ പിന്നീട് ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും അവയുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം സജീവമായി പ്രയോഗിക്കപ്പെട്ടത്. എന്തെല്ലാമാണ് ഈ ലെനിനിസ്റ്റ് തത്വങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ലെനിനിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ പാർട്ടി എന്നത് തന്നെയാണ്. ലെനിനിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ പാർട്ടിയാണ് എന്നത് തന്നെയാണ് ലെനിൻ്റെ പുതിയ തരം പാർട്ടിയുടെ ഏറ്റവും പ്രധാനവുമായിട്ടുള്ള സവിശേഷത എന്നത്. അക്കാലത്ത് യൂറോപ്പിലെ പ്രമുഖ തൊഴിലാളി വർഗ പാർട്ടികൾ പുതുതും സുപ്രധാനവുമായ സമരമാർഗങ്ങൾ പലതും തേടുകയും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയും എല്ലാം ചെയ്യുന്നൊരു കാലമായിരുന്നത്. പാർലമെൻ്ററി പ്രവർത്തനം, ട്രേഡ് യൂണിയൻ പ്രവർത്തനം, നിയമവിധേയമായ ബഹുജന സംഘടനകൾ സംഘടിപ്പിക്കൽ, നിയമവിധേയമായി പത്രങ്ങൾ നടത്തൽ, ഇതൊക്കെയായിരുന്നു ഒരു പ്രധാനപ്പെട്ട വിപ്ലവ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത്തരം സമരരൂപങ്ങളെ മാത്രം അതിൻ്റെ ഒരു പ്രാധാന്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് അതിനെ പുകഴ്ത്തി പറയുകയും അതിനെ ഊതിപ്പെരുപ്പിക്കുകയും തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ ആവശ്യകതയെ അപ്പാടെ നിഷേധിക്കുകയും എല്ലാം ചെയ്ത പ്രത്യയശാസ്ത്രകാരന്മാർ ഇക്കാലത്ത് വളരെ സജീവമായി നേരത്തെ പറഞ്ഞ പുതിയ തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിനെതിരായി രംഗത്ത് വരാനും ഈ സമയത്ത് തന്നെ തുടങ്ങി. പരിഷ്കരണവാദികളുടെയും അവസരവാദികളുടെയും എല്ലാ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ പാർട്ടിക്കകത്തും മുഴങ്ങുന്ന നിലയിലേക്ക് പാർട്ടിയിൽ ഈ പറയുന്നൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്താണെങ്കിൽ, അതായത് രണ്ടാം ഇൻ്റർനാഷണലിലെ പാർട്ടികളുടെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആ പാർട്ടികൾക്കകത്തും രണ്ടാം ഇൻ്റർനാഷണലിനകത്തും വലിയ നിലയിലേക്ക് പ്രതിഫലിച്ചു. ഇത്തരം ചിന്താഗതി, ലെനിൻ്റെ ചിന്താഗതിയല്ല, മറിച്ച് ലെനിൻ്റെ ചിന്താഗതികൾക്കെതിരായി ഉയർന്നു വന്ന ചിന്താഗതികൾ. അത് രണ്ടാം ഇൻ്റർനാഷണൽ പാർട്ടികളിൽ പ്രതിഫലിച്ചത് അവരുടെ പതാകകളിൽ ആലേഖനം ചെയ്തിരുന്ന വിപ്ലവം എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് പരിഷ്കാരം എന്ന വാക്ക് കടന്നുകൂടി അല്ലെങ്കിൽ മാറി വന്നു എന്നുള്ളത് ഏറ്റവും അവസരവാദപരമായിരുന്നു. സമാധാനപരമായ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്ന അവസരവാദത്തെ സ്വന്തം പാർട്ടി അണികളിൽ നിലനിർത്തുന്ന ചില സോഷ്യലിസ്റ്റ് പാർട്ടികൾ രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലും പ്രബലമായിരുന്നു. അത് രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ ആകെയുള്ള പ്രവർത്തനങ്ങളിലും പ്രതിഫലിച്ചിരുന്നിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അക്കാലത്ത് സഖാവ് ലെനിൻ എന്തു ചെയ്യണം എന്ന പ്രസിദ്ധമായ കൃതി രചിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സഖാവ് ലെനിൻ തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ എന്തു ചെയ്യണമെന്ന കൃതി രചിച്ചത് അല്ലെങ്കിൽ രചിക്കുന്നത് എന്നർത്ഥം. പുതിയൊരു തരം പാർട്ടിയുടെ, സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ പാർട്ടിയുടെ ആവശ്യകത അദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി വിശദീകരിച്ചു. സാമ്പത്തിക സമരവാദികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന റഷ്യയിലെ പരിഷ്കരണവാദികളുമായി മൂർച്ചയേറിയ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് സഖാവ് ലെനിൻ എന്തു ചെയ്യണമെന്ന കൃതി 1902 എഴുതി പ്രസിദ്ധീകരിച്ചത്. ഇതിൽ പുതിയ തരം പാർട്ടിയുടെ പ്രധാന സവിശേഷത എന്താണെന്ന് സഖാവ് ലെനിൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. പൊതുവിൽ പറഞ്ഞാൽ സമൂലമായ രാഷ്ട്രീയ പരിവർത്തനങ്ങളിലൂടെ മാത്രമേ തൊഴിലാളി വർഗത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ, സമ്പത്തുൽപാദക വർഗത്തിൻ്റെ, കർഷക വർഗത്തിൻ്റെ എല്ലാം ഏറ്റവും കാതലായ, ഏറ്റവും നിർണായകമായ താല്പര്യങ്ങളെ നിറവേറ്റാൻ കഴിയുമെന്ന് ലെനിൻ സമർത്ഥിച്ചു. അതായത് സമൂലമായ രാഷ്ട്രീയ പരിവർത്തനങ്ങളിലൂടെ മാത്രമേ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കഴിയുമെന്ന് എന്തു ചെയ്യണമെന്ന പുസ്തകത്തിലൂടെ ലെനിൻ വളരെ കൃത്യമായി വരച്ചു കാണിച്ചു. ശരിയായി പറഞ്ഞാൽ ബൂർഷ്വാസിയുടെ സർവാധിപത്യത്തിൻ്റെ സ്ഥാനത്ത് തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തെ അവരോധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്, ഒരു രാഷ്ട്രീയ വിപ്ലവത്തിന് മാത്രമേ തൊഴിലാളി വർഗത്തിൻ്റെ മൗലിക സാമ്പത്തിക താല്പര്യങ്ങളെ നിറവേറ്റാൻ കഴിയുമെന്ന് സഖാവ് ലെനിൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു വിപ്ലവ പാർട്ടി എന്നാൽ എന്താവണമെന്നും സഖാവ് ലെനിൻ വിശദമായി ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചു. ചൂഷകരുടെ അധികാരത്തെ ബലം പ്രയോഗിച്ച് മറിച്ചിടാൻ
പാർട്ടി ഉദ്ദേശിക്കുന്നുവെന്ന് വെറുതെ പ്രഖ്യാപിച്ചതുകൊണ്ടായില്ല, അതിന് സുശക്തമായ സംഘടന ഉണ്ടാവണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. 1870-കളിൽ നരോദിക്കുകളുടെ ലക്ഷ്യം ചൂഷകരുടെ അധികാരത്തെ ബലം പ്രയോഗിച്ച് മറിച്ചിടുക എന്നത് തന്നെയായിരുന്നു. പക്ഷേ ആ വാക്കിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ അവരുടെ സംഘടനകൾ ഒരു ശരിയായ പരിപാടി തയ്യാറാക്കിയിരുന്നില്ല. അവർ വിപ്ലവ പാർട്ടിയും ആയിരുന്നില്ല എന്നുള്ളതാണ് അനുഭവം. അതായത് സഖാവ് ലെനിൻ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിന് കൃത്യമായ സംഘടന ഉണ്ടാവണം. നരോദിക്കുകളുടെ ലക്ഷ്യം അതായിരുന്നു. അവർ വിപ്ലവ പാർട്ടികളെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവർക്ക് സംഘടന ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ഒരു കാര്യം ചെയ്യാനായില്ല. അടിസ്ഥാനപരമായി ഒരു നിലയിലും വിപ്ലവകരമല്ലാത്തൊരു സിദ്ധാന്തത്തെയായിരുന്നു അവർ അടിസ്ഥാനമായി എടുത്തിരുന്നത്. അതുകൊണ്ട് ഒരു വിപ്ലവ പാർട്ടി എന്നാൽ, സഖാവ് ലെനിൻ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു വിപ്ലവ പാർട്ടി എന്നാൽ വിപ്ലവ സിദ്ധാന്തത്തിൽ, മാർക്സിസം എന്ന സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ പാർട്ടി എന്നാണ് അർത്ഥം എന്ന് സഖാവ് ലെനിൻ വളരെ കൃത്യമായി പറഞ്ഞു. തൊഴിലാളി വർഗ സർവാധിപത്യമെന്നും തൊഴിലാളി വർഗ സാർവദേശീയത്വമെന്നുമുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രസ്തുത സിദ്ധാന്തത്തെ അവസരവാദ ധാരണകളിൽ നിന്ന് വ്യക്തമായി വേർതിരിച്ചു കാട്ടുന്ന മുഖ്യ സവിശേഷത എന്നും സഖാവ് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. അവസരവാദികളോട് പടവെട്ടിക്കൊണ്ട് തന്നെ ലെനിനിസ്റ്റുകൾ ഈ പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസിനകത്ത്, അതായത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസിൽ ഈ പറയുന്ന നിലയിലേക്ക് വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കേണ്ടി വന്നു അവസരവാദ നിലപാട് സ്വീകരിച്ചവരുമായിട്ട്. എന്നാൽ ആ പോരാട്ടത്തിനൊടുവിൽ ലെനിനിസ്റ്റ് വിഭാഗക്കാർ, ലെനിനോടൊപ്പം നിന്ന വിപ്ലവകാരികൾക്ക് പാർട്ടി പരിപാടിയിൽ ഒരു സുപ്രധാനമായ പ്രമേയം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് രണ്ടാം കോൺഗ്രസിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഇപ്പറയുന്നൊരു സാഹചര്യത്തിൽ വലിയ സംഘർഷമായിരുന്നു റഷ്യയിലെ പാർട്ടിക്കകത്തുണ്ടായിരുന്നത്. അതിൽ ഇപ്പറയുന്ന വിഭാഗത്തിന്, അവസരവാദികളായി മാറിയ വിഭാഗത്തിന് ഒരു സ്വാധീനം ആ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു വന്നു. അവരോട് പടവെട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പറയുന്ന ഒരു വിപ്ലവ പരിപാടി ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമായി ഉൾപ്പെടുത്താൻ ബോൾഷെവിക്കുകൾക്ക് അല്ലെങ്കിൽ ലെനിനിസ്റ്റുകൾക്ക് കഴിഞ്ഞത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു. തൊഴിലാളി വർഗ സർവാധിപത്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ വിജയത്തിന് അനുപേക്ഷണീയമായ ഒരു രാഷ്ട്രീയ ഉപാധിയാണ് എന്നതായിരുന്നു ആ പ്രമേയം. വളരെ പ്രധാനപ്പെട്ടതാണത്. അതായത് തൊഴിലാളി വർഗ സർവാധിപത്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ വിജയത്തിന് അനുപേക്ഷണീയമായ ഒരു രാഷ്ട്രീയ ഉപാധിയാണ് എന്ന് സഖാവ് ലെനിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രമേയത്തിനകത്ത് ഊന്നി പറഞ്ഞു. പാർട്ടിയുടെ സാർവദേശീയ സ്വഭാവത്തെ പറ്റിയുള്ള കൃത്യമായ പ്രതിപാദനമാണ് ലെനിൻ ഈ കരട് പരിപാടിയിലൂടെ അവതരിപ്പിച്ചത്. അതുതന്നെയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത്. ലോക തൊഴിലാളി വർഗ സൈന്യത്തിൻ്റെ ഒരു ദളമായിട്ടാണ്, സാർവദേശീയ സോഷ്യൽ ഡെമോക്രസിയുടെ ഒരു ഭാഗമായിട്ടാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രസി സ്വയം കരുതിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടി പറയാം, ലോക തൊഴിലാളി വർഗ സൈന്യത്തിൻ്റെ ഒരു ദളമായിട്ടാണ്, സാർവദേശീയ സോഷ്യൽ ഡെമോക്രസിയുടെ ഒരു ഭാഗമായിട്ടാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രസി സ്വയം കരുതിക്കൊണ്ടിരുന്നത്. രണ്ടാം കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളിലും അത് അംഗീകരിച്ച പരിപാടിയിലും എല്ലാം ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പ്രതിബിംബിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെല്ലാം ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബഹുജനങ്ങളുടെ പാർട്ടിയാവുക എന്ന ലെനിൻ്റെ ഫോർമുല പുതിയ തരം പാർട്ടിയുടെ മറ്റൊരു സവിശേഷതയായിരുന്നു. ബഹുജനങ്ങളുടെ പാർട്ടിയാവുക. തങ്ങളുടെ പ്രസ്ഥാനത്തെ വളർന്നു വരുന്ന മുതലാളിത്ത സമൂഹത്തിലെ വർഗസമരവുമായി അഭേദ്യമാം വിധം കൂട്ടിയിണക്കാൻ കഴിയാതിരുന്ന നരോദിക്കുകൾ ഈ പറയുന്ന ലെനിൻ്റെ ആശയങ്ങളെയും ലെനിൻ്റെ കാഴ്ചപ്പാടുകളെയും ലെനിൻ്റെ പ്രവർത്തനത്തെയും എല്ലാം നിരന്തരമായ വിമർശനം നടത്തിക്കൊണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. അതായത് തങ്ങളുടെ പ്രസ്ഥാനത്തിന് ജനങ്ങളുമായി ഇടപെടാൻ വേണ്ടി കഴിയുന്നില്ല, തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ അവരവരുടെ സർവ്വശക്തിയും എടുത്ത് ഈ പാർട്ടിക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരുന്നു. സഖാവ് ലെനിൻ്റെ കൃതികളിൽ ഉടനീളം കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരോദിക്കുകളുടെ ഈ വിമർശനത്തിലുള്ള മറുപടി എന്നുള്ള നിലയിലേക്കാണ്.
ഉപജാപകരുടെ ചെറു ചെറു ഗ്രൂപ്പുകളടങ്ങിയ നെരോദ് നയ വാല്യ എന്ന് പറയുന്ന പാർട്ടി. അതിൽ നിന്ന് വ്യത്യസ്തമായി ലെനിൻ തൻ്റെ പാർട്ടിയെ നിരീക്ഷിച്ചത് മുഴുവൻ തൊഴിലാളികളുടെയും പണിയാളരുടെയും എല്ലാം മുന്നണി വിഭാഗമായിട്ടാണ്. തൊഴിലാളി വർഗത്തെ ഒന്നടങ്കം, മർദ്ദിതരെ ഒന്നടങ്കം ഉത്ഭുതരാക്കുകയും സംഘടിപ്പിക്കുകയും ചൂഷകർക്കെതിരായ സമരത്തിന് വേണ്ടി തട്ടിയുണർത്തുകയും ചെയ്യുകയാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് സഖാവ് ലെനിൻ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരു വിപ്ലവ പാർട്ടിയാവുക, ബഹുജനങ്ങളുടെ പാർട്ടിയാവുക, ഈ രണ്ട് നിബന്ധനകളാണ് പാർട്ടിയുടെ ഭരണഘടനയെയും അതുപോലെ തന്നെ പാർട്ടിയുടെ രൂപീകരണത്തെയും എല്ലാം നിർണയിക്കുന്നത് എന്ന് സഖാവ് ലെനിൻ ഈ പറഞ്ഞ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടി. വിപ്ലവം വിജയകരമായി നടത്തുന്ന ഒരു പാർട്ടിയാവണമെങ്കിൽ അതിന് കെട്ടുറപ്പും അച്ചടക്കവുമുള്ള, അതായത് കേന്ദ്രീകൃതമായ നേതൃത്വമുള്ള കേന്ദ്രീകൃതമായ ഒരു പാർട്ടിയായിരിക്കണം. ബഹുജനങ്ങളുടെ പാർട്ടിയാവണമെങ്കിൽ അത് അങ്ങേയറ്റം ജനാധിപത്യപരമായ ഒരു പാർട്ടിയായിരിക്കണം. കേന്ദ്രീകരണത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സമഞ്ജസമായ ഒരു സമന്വയമായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇതെല്ലാമാണെന്ന് ലെനിൻ ചൂണ്ടിക്കാട്ടി. ജനാധിപത്യ കേന്ദ്രീകരണം എന്ന തത്വത്തിൻ്റെ സത്തയാണ് ഈ പറയുന്നത്. അതായത് ബഹുജനങ്ങളുടെ പാർട്ടിയാവുമ്പോൾ ജനാധിപത്യം വേണം. വിപ്ലവ പാർട്ടിയാവണമെങ്കിൽ അതിന് നല്ല കെട്ടുറപ്പും അച്ചടക്കവും കേന്ദ്രീകൃതമായ ഒരു നേതൃത്വവും ഉണ്ടായിരിക്കണം. ഇത് രണ്ടുകൂടി സമന്വയിച്ചാലേ ഒരു വിപ്ലവ പാർട്ടിയായി അതിന് മാറാൻ വേണ്ടി പറ്റൂ. ജനാധിപത്യ കേന്ദ്രീകരണം എന്ന തത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ്, സത്തയാണ് ഈ പറഞ്ഞത്. അത് ലെനിൻ വളരെ വിശദമായി വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടി. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അനുഷ്ഠിക്കേണ്ട തത്വങ്ങളെ സംബന്ധിച്ചും സർവോപരി എല്ലാറ്റിനും ഉപരിയായി കേന്ദ്രീകരണം എന്ന ആശയത്തെ സംബന്ധിച്ചും റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ 2ാം കോൺഗ്രസിൽ വീണ്ടും ഈ പറഞ്ഞ തർക്കങ്ങളെല്ലാം ഉണ്ടായി. നല്ല കടുപ്പമുള്ള ഇസ്ക്രക്കാരും, അതായത് ലെനിനിസ്റ്റുകൾ, മയമുള്ള ഇസ്ക്രക്കാർ, അതായത് മാർത്തോവിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗം, ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഇക്കാര്യത്തിലും രൂക്ഷമായ വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടായി. ലെനിൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്രീകരണം എന്ന ആവശ്യം നിയമാവലിയിൽ ഉടനീളം ഉണ്ടായിരിക്കണം. അത് ഉടനീളം പ്രസരിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകമായവയും വിശദമായവയുമായ എല്ലാ സംഘടനാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇപ്പറഞ്ഞ കേന്ദ്രീകരണം എന്ന ആശയം പാർട്ടി സംഘടനക്ക് സഹായകരമാവണം. അതിന് പറ്റാവുന്ന നിലയിലേക്കായിരിക്കണം ഇത് പാർട്ടിക്കകത്ത് എല്ലാ നിലയിലും പ്രയോഗിക്കപ്പെടേണ്ടതും സൈദ്ധാന്തികമായി കാണേണ്ടതും. പാർട്ടി കോൺഗ്രസിനകത്ത് അംഗത്വത്തിനുള്ള നിബന്ധനകളെപ്പറ്റി പ്രതിപാദിക്കുന്ന നിയമാവലിയുടെ 1ാമത്തെ ഖണ്ഡിക കേന്ദ്രീകരണം എന്ന തത്വത്തോടുള്ള മനോഭാവത്തിൻ്റെ ഒരു ഉരക്കല്ലായി തന്നെ തീരുകയായിരുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും എല്ലാം. പാർട്ടിയിലെ അംഗങ്ങൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സംഘടനയിൽ നേരിട്ട് പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സഖാവ് ലെനിൻ ഊന്നി പറഞ്ഞപ്പോൾ മുറക്കുള്ള ഓരോരോ സമയത്തുള്ള വ്യക്തിപരമായ സഹകരണം മതിയാവുമെന്നായിരുന്നു മാർത്തോവ് നിർദ്ദേശിച്ചത്. ലെനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായിരുന്നു അദ്ദേഹം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർശനമായ അച്ചടക്കത്താൽ പരസ്പര ബന്ധമായ വിപ്ലവകാരികളുടെ കെട്ടുറപ്പുള്ള ഒരു ഉശിരൻ സംഘടനയായിട്ടാണ് സഖാവ് ലെനിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിഭജിച്ചതെങ്കിൽ മാർത്തോവാവട്ടെ പാർട്ടിക്കുള്ളിൽ സംഘടിതരായവരെയും അസംഘടിതരായവരെയും മാർഗനിർദ്ദേശത്തിന് വഴങ്ങുന്നവരെയും വഴങ്ങാത്തവരെയും മുന്നണിയിലുള്ളവരെയും ഒരിക്കലും നന്നാവാത്ത വിഭാഗങ്ങളെയും എല്ലാം കൂട്ടിക്കലർത്തിയ ഒരു പാർട്ടിയാവണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് അദ്ദേഹം ആവർത്തിച്ച് വാദിച്ചുകൊണ്ടേയിരുന്നു. നിയമാവലിയെക്കുറിച്ച് നടന്ന ഈ വാദപ്രതിവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രത്നചുരുക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സഖാവ് ലെനിൻ തന്നെ അത് പറയേണ്ടായി. അദ്ദേഹം വളരെ അറ്റിക്കുറുക്കി ഒരു 2-3 വാക്കുകളിലൂടെ അത് പറഞ്ഞു. ബൂർഷ്വാ ബുദ്ധിജീവിയുടേതായ വ്യക്തിവാദത്തിൻ്റെ പക്ഷക്കാർ തൊഴിലാളി വർഗ സംഘടനയുടെയും അച്ചടക്കത്തിൻ്റെയും പക്ഷക്കാരുമായി ഏറ്റുമുട്ടിയതാണ് പാർട്ടി കോൺഗ്രസിൽ നടന്ന കാര്യം. എന്നാൽ പാർട്ടി നിയമാവലിയുടെ 1ാം ഖണ്ഡിക തങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം 2ാം പാർട്ടി കോൺഗ്രസിനെ കൊണ്ട് നേരിയൊരു ഭൂരിപക്ഷത്തോടുകൂടി അംഗീകരിപ്പിക്കാൻ മാർത്തോവിനും അനുയായികൾക്കും കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട്
മൂന്നാം കോൺഗ്രസ് എല്ലാം ആകുമ്പോഴത്തേക്കും ലെനിൻ്റെ നിർവചനം അതേപടി അതിൻ്റെ പൊതുവായ സ്പിരിറ്റിൽ തന്നെ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തു. കേന്ദ്രീകരണം എന്ന ആശയം പരിപൂർണമായ വിജയം പാർട്ടിക്കകത്ത് നേടി. അത് ബോൾഷെവിക് പാർട്ടിയുടെ ഘടനയിൽ ഉടനീളം പിന്നീട് തെളിഞ്ഞു കാണുന്ന ഒരു ലക്ഷണമായി മാറുകയും ചെയ്തു. പാർട്ടിയുടെ പ്രവർത്തനത്തിന് ഒട്ടാകെ അടിത്തറയായിട്ടുള്ളത് ഒരൊറ്റ പരിപാടിയും ഒറ്റ നിയമാവലിയുമാണ്. പാർട്ടിക്കൊരൊറ്റ കേന്ദ്രം, അതായത് പാർട്ടി കോൺഗ്രസും 2 കോൺഗ്രസുകൾക്കിടയിൽ കേന്ദ്ര കമ്മിറ്റിയും. അതാണ് പാർട്ടിയുടെ നേതൃത്വം എന്നുള്ളത്. ഇത് ഈ പറയുന്ന കേന്ദ്രീകൃത തത്വങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായ കാര്യമായിരുന്നു. പാർട്ടിക്കുള്ളിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിനും കീഴ്ഘടകം മേൽഘടകത്തിനും കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന തത്വവും ഇതിനകത്ത് ഉൾപ്പെടുത്തപ്പെട്ടു. കേന്ദ്രീകരണം എന്നാൽ ഇപ്പറയുന്നതെല്ലാമാണ് എന്ന് സഖാവ് ലെനിൻ ആവർത്തിച്ചു ചൂണ്ടിക്കാട്ടി. അതെല്ലാം ബോൾഷെവിക് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, തൊഴിലാളി വർഗ പാർട്ടി അതിൻ്റെ സംഘടനയിൽ അക്ഷരം പ്രതി പ്രയോഗിക്കുകയും ചെയ്തു. പാർട്ടി സംഘടനയിൽ കേന്ദ്രീകരണം ഉണ്ടായിരിക്കണമെന്നത് അതിൻ്റെ ചലനക്ഷമതക്കും സമരോത്സുകതക്കും വിജയത്തിനുമെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നും സഖാവ് ലെനിൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ കേന്ദ്രീകരണം ജനാധിപത്യവുമായി ലയിച്ചു ചേർന്നാൽ മാത്രമേ യഥാർത്ഥ വിജയം തൊഴിലാളി വർഗത്തിന് നേടാനാവൂ എന്നും ലെനിൻ ഇതോടൊപ്പം തന്നെ പറഞ്ഞിരുന്നു. ഘടകങ്ങളിലെ സ്വന്തം അഭിപ്രായ പ്രകടനം കേന്ദ്രീകരണത്തിൻ്റെ മൗലികവും അതിപ്രധാനവുമായൊരു തത്വമാണെന്നുകൂടി ലെനിൻ ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ പാർട്ടി അംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഘടകത്തിനകത്ത് പരസ്യമായി പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ അഭിപ്രായം പറയാനുള്ളൊരു സാഹചര്യം അതില്ലാത്ത ജനാധിപത്യത്തെ പറ്റി പറയുന്നത് അസംബന്ധമായിരിക്കുമെന്നായിരുന്നു ലെനിൻ്റെ നിലപാട്. അതുകൊണ്ട് പാർട്ടിക്ക് ഒളിവിലും അങ്ങേയറ്റം രഹസ്യമായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ പോലും പാർട്ടിക്കുള്ളിൽ ഇത്തരമൊരു ചർച്ച പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ സഖാവ് ലെനിൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനത്തിലെ ഇത്തരം കാര്യങ്ങൾ കണിശമായി നടപ്പിലാക്കേണ്ടതിൻ്റെ പാലിക്കേണ്ടതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏത് വിഷമഘട്ടത്തിലും പാർട്ടി സംഘടനയെ സുസജ്ജമാക്കി നിർത്താൻ സഖാവ് ലെനിൻ നിരന്തരമായി ശ്രമിച്ചിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ അത്യന്തം വിഷമകരമായ സാഹചര്യങ്ങളിൽ പോലും പാർട്ടി കോൺഗ്രസുകൾ കൃത്യമായി വിളിച്ചുകൂട്ടുക എന്ന ഭാരിച്ച ചുമതല സഖാവ് ലെനിൻ എല്ലാ ഘട്ടങ്ങളിലും ഏറ്റെടുത്തിരുന്നു. കോൺഗ്രസുകൾക്ക് മുമ്പ് തന്നെ ഏറ്റവും തീവ്രമായ ഒളിവ് സാഹചര്യങ്ങൾ അത്തരമൊരു സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ പോലും വിപുലമായ സൈദ്ധാന്തിക ചർച്ചകൾ പാർട്ടി സെല്ലുകളിലും കമ്മിറ്റികളിലും പത്രങ്ങളിലും, ഇനി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പത്രങ്ങളിലാണെങ്കിൽ എല്ലാം സജീവമായി നടത്താൻ സഖാവ് ലെനിൻ മുൻകൈയെടുത്തു. പാർട്ടി അംഗങ്ങൾ കോൺഗ്രസിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട രേഖകൾ ചർച്ച ചെയ്യുകയും തന്ത്രത്തിൻ്റെയും അടവിൻ്റെയും പ്രശ്നങ്ങളിൽ വിവിധ പാർട്ടി ഗ്രൂപ്പുകളും നേതാക്കളും കൈക്കൊള്ളുന്ന നിലപാടുകളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും അവയോടുള്ള തങ്ങളുടെ മനോഭാവം വ്യക്തമാക്കുകയും ചെയ്തതെല്ലാം ഇത്തരം വലിയ വിപുലമായ സംവാദങ്ങളിലൂടെയായിരുന്നു. ആ സംവാദങ്ങൾ ഏറ്റവും ഫലപ്രദമാണെന്നും അത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ മുന്നോട്ടുള്ള ശരിയായ പോക്കിന് അനിവാര്യമാണെന്നും സഖാവ് ലെനിൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ ചർച്ചകൾ പാർട്ടി അണികളുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ നിലവാരം ഉയർത്താൻ, പാർട്ടിയുടെ ഐക്യവും കെട്ടുറപ്പും ശക്തിപ്പെടുത്താൻ ഏറ്റവും പ്രധാനമായി ഉതകുമെന്നായിരുന്നു അന്നത്തെയും ഇന്നത്തെയും എക്കാലത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അനുഭവം. പാർട്ടിയിലെ എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ശത്രുവിനോട് പരസ്യമായി പടവെട്ടി നേടിയ അല്ലെങ്കിൽ നേടുന്ന വിജയത്തിനു മാത്രമേ പാർട്ടി അണികളുടെ ആശയപരവും സംഘടനാപരവുമായ ശക്തി ഊട്ടിയുറപ്പിക്കാൻ കഴിയുമെന്ന് ലെനിൻ നിരന്തരമായി കമ്മ്യൂണിസ്റ്റുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, പാർട്ടി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ഘടകമായ തെരഞ്ഞെടുപ്പിനും ലെനിൻ വലിയ പ്രാധാന്യം കൽപ്പിച്ചു. പാർട്ടി കമ്മിറ്റികളിലേക്കെല്ലാമുള്ള തെരഞ്ഞെടുപ്പിന് പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കാൻ നേതാക്കന്മാർക്ക് വേണ്ട യോഗ്യതകളെപ്പറ്റി എല്ലാ അംഗങ്ങൾക്കും പൂർണ്ണമായ അറിവുണ്ടായിരിക്കണമെന്നായിരുന്നു ലെനിൻ്റെ ഒരു നിർബന്ധം. പാർട്ടി അംഗങ്ങളെ എന്നല്ല കോൺഗ്രസ് പ്രതിനിധികളെ പോലും അറിയിക്കാതെ കേന്ദ്ര ഘടകങ്ങൾ രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്ന മെൻഷെവിക്കുകളുടെ രഹസ്യ രീതിക്ക് വിപരീതമായി സഖാവ് ലെനിൻ പാർട്ടി ബോധത്തെ ആകെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഈ നിലപാട് അതികണിശമായ നിലയിലേക്ക് എടുത്തു. ഉപരി കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു സഖാവിനെ വിലയിരുത്തേണ്ടത് കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ വെച്ചല്ല, മറിച്ച് പാർട്ടിക്ക് ഒട്ടാകെ അറിയാവുന്ന അയാളുടെ പ്രവർത്തനം നോക്കിയായിരിക്കണമെന്ന് സഖാവ് ലെനിൻ ഉറപ്പിച്ചു പറഞ്ഞു.
തിരഞ്ഞെടുക്കപ്പെടുന്നവർ പാർട്ടിയിലെ സാധാരണ അംഗങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്നും സഖാവ് ലെനിൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. കൂട്ടായ നേതൃത്വം എന്നത് പാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചുള്ള ലെനിനിസ്റ്റ് തത്വങ്ങളുടെ വ്യക്തമായ നിദർശനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂട്ടായ ചർച്ച, കൂട്ടായ നേതൃത്വം, കൂട്ടായ തീരുമാനം നടപ്പിലാക്കൽ, അങ്ങനെയുള്ള കൂട്ടായ ഇടപെടലുകൾ ലെനിനിസ്റ്റ് തത്വങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും ലെനിൻ പാർട്ടിയെ പഠിപ്പിച്ചു. തനിക്ക് എതിർപ്പുള്ളപ്പോൾ പോലും പാർട്ടിയുടെ ഒരു തീരുമാനത്തോട്, നിലപാടിനോട് തനിക്ക് എതിർപ്പുള്ളപ്പോൾ പോലും പാർട്ടി കൂട്ടായി എടുത്ത തീരുമാനങ്ങളെ ലെനിൻ കർശനമായി അനുസരിച്ചിരുന്നു. ആ തീരുമാനം പലപ്പോഴും തനിക്ക് എതിർപ്പുള്ള ഈ തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമരം ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അദ്ദേഹം ഈ ഇടപെടലുകളെല്ലാം നടത്തിയത് പാർട്ടിയുടെ കർശനമായ അച്ചടക്കം പാലിച്ചുകൊണ്ടും പാർട്ടിയുടെ ചട്ടക്കൂടിനകത്തു നിന്നുകൊണ്ടുമായിരുന്നു. പാർട്ടിയുടെ കേന്ദ്ര ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തൊഴിലാളികളെ വിപുലമായ നിലയിൽ പങ്കെടുപ്പിക്കാൻ ലെനിൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ലെനിനിസ്റ്റ് സംഘടനയുടെ ജനാധിപത്യ സ്വഭാവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നായിരുന്നു ഇത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റികളിൽ സാധാരണ തൊഴിലാളികളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിക്കുക, അവരെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതെല്ലാം ലെനിൻ വളരെ കണ്ണുവെച്ച് നടത്തിയ പ്രവർത്തനങ്ങളായിരുന്നു. ലെനിൻ സ്ഥാപിച്ച പുതിയ തരം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. അതായത് വലിയ നിലയിലേക്കുള്ള കടന്നാക്രമണങ്ങളെയും ആശയപരമായ ആക്രമണങ്ങളെയും ഭരണകൂടത്തിൻ്റെ ആക്രമണങ്ങളെയും എല്ലാം നേരിട്ടുകൊണ്ട് അതിനോട് ആശയപരമായും മറ്റെല്ലാ നിലയിലും സമരം നടത്തിക്കൊണ്ടുമാണ് സഖാവ് ലെനിൻ ഉരുകിയുറച്ച നല്ല തെളിമയാർന്ന ഒരു പുതിയ തരം പാർട്ടി കെട്ടിപ്പടുത്തതും ലോകത്തിന് സംഭാവന ചെയ്തതും എന്നർത്ഥം.